എങ്ങനെയാണ് അമ്മ ഇപ്പോഴത്തെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെയുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ? വർക്കുണ്ട്. ഒന്നാമത് ഇപ്പോഴത്തെ സിനിമകളിലൊന്നും വയസ്സായവരുടെ റോളുകൾ കുറവാണല്ലോ. ചെറുപ്പക്കാരുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉം, അങ്ങനെയാണല്ലോ. ഉം. അതുകൊണ്ട് എന്നാലും ഉണ്ട്, ഷോർട്ട് ഫിലിമുകളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്തോഷമായി കഴിയുന്നു. സന്തോഷായിട്ടിരിക്കുന്നു. ഉം, ഉം. അമ്മയുടെ ഒരു ദിവസമൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണെന്നും? ഞാൻ രാവിലെ ഒരു 5, 5:30ക്കൊക്കെ എഴുന്നേക്കും. എഴുന്നേറ്റ് കുറച്ച് നേരം ഒന്ന് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, ഞാനൊരു നർത്തകിയായിരുന്നു. ഉം, ഉം, ആക്ച്വലി ഞാൻ അവിടേക്കാണ് വന്നത്. ഉം. നാടകത്തിനോട് താല്പര്യപ്പെട്ടുമല്ല വന്നത്, നൃത്തത്തോടുള്ള താല്പര്യം കണ്ട് എൻ്റെ അച്ഛൻ എന്നെ കേരള കലാമണ്ഡലത്തിൽ കൊണ്ടാക്കി. അവിടെ നിന്നാണ് ഞാൻ നാടകത്തിലേക്ക് വരുന്നത്. അതെ, അതെ. എഴുന്നേറ്റ് പിന്നെ കുറച്ച് കഴിഞ്ഞ് അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്യും. വീട്ടിലെ എല്ലാ ജോലികളും എല്ലാ ഞാൻ ചെയ്യും, പണിയെടുക്കും. എല്ലാം ചെയ്യും. ഇനി പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ പൈപ്പിൽ വെള്ളമുണ്ട്, എന്നാലും എനിക്ക് വെള്ളം കോരി പുതിയ വെള്ളത്തിൽ കുളിക്കാനാണ് ഇഷ്ടം. ഉം, ഉം. വാഷിംഗ് മെഷീനുണ്ട്, പക്ഷേ ഞാൻ അതിൽ കഴുകില്ല, എൻ്റെ കൈ കൊണ്ട് തന്നെ കഴുകും. അങ്ങനെ എല്ലാ ജോലികളും ചെയ്യാൻ ഉം, ഉം. ഈ വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. 5:30ക്ക് തന്നെ എഴുന്നേക്കും. എഴുന്നേക്കും. ഉം, ഉം. ഉം. അത് അത് അതെന്ന് വെച്ചാൽ 5:30 പുസ്തകങ്ങളൊക്കെ വായിക്കോ? പുസ്തകം വായിക്കാൻ വലിയ ഇഷ്ടമാണ്. ഉം, ഉം. അതിനിരുന്നാൽ പിന്നെ വീട്ടിൽ വഴക്കാണ്. കാരണം പുസ്തകം എടുത്താൽ പിന്നെ വേറെ ഒന്നിനും സമയം കാണില്ല. അതുപോലെ ഞാൻ അവിടുത്തെ ജനയോഗത്തിലെ വായനശാലയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ആണോ? ഓ. അപ്പോൾ കൂടുതൽ ബുക്കുകൾ അവിടെ ഏറ്റവും കൂടുതൽ അവർ പറയും, ഏറ്റവും കൂടുതൽ ബുക്ക് വായിച്ചിട്ടുള്ളത് ഞാനാണ്.